നമ്മുടെ സിത്താര പാടിയ ഒരു പാട്ടുണ്ടല്ലോ, വൗ സോങ്. ഈ പുട്ട് കഴിച്ചപ്പോൾ ഞാൻ ശരിക്കും വൗ എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഈ പുട്ടിന് വൗ പുട്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒരു കപ്പ് പുട്ടുപൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത ശേഷം അര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി തുറന്ന ശേഷം കൈ വെച്ച് ഇതുപോലെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇനി അതിലേക്ക് അര കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അര കപ്പ് തേങ്ങ ചിരവിയതും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിനി ചിരട്ടപ്പുട്ടിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അതിനകത്താണ് ആവി ആറ്റിയെടുക്കുന്നത്. അതിലോട്ട് ഈ പുട്ടുപൊടി നിറച്ച് കൊടുത്ത ശേഷം കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവി കയറി വന്നാൽ ഞാൻ പറഞ്ഞ ആ പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പുട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് വൗ എന്ന് പറയുകയാണെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.